പ്രിയമുള്ള കുട്ടികളെ, മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ വൃത്തസ്തൂപിക അഥവാ കോണിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. കോണിൻ്റെ ഉപരിതല പരപ്പളവ്, കോണിൻ്റെ ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ അല്ലെ കാണുന്നത് എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിനുശേഷം ഇതിൽ പറയാനുള്ളത് ഇവയുടെ വോളിയം, ഒരു കോണിൻ്റെ അഥവാ വൃത്തസ്തൂപികയുടെ വോളിയം എങ്ങനെ കാണാം എന്നാണ്. സമചതുര സ്തൂപികയുടെ കേസിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. പാദപരപ്പളവും ഉയരവും തുല്യമായ ഒരു സമചതുര സ്തൂപികയുടെ അഥവാ സ്ക്വയർ പിരമിഡിന്റെ വോളിയം അതേ പാദപരപ്പളവും അതേ ഉയരവുമുള്ള ഒരു സ്ക്വയർ പ്രിസത്തിന്റെ മൂന്നിലൊന്നായിരിക്കും. അതായത് ഒരു സമചതുര സ്തംഭത്തിന്റെ വോളിയത്തിന്റെ മൂന്നിലൊന്നായിരിക്കും അതേ പരപ്പളവും അതേ ഹൈറ്റുമുള്ള സമചതുര സ്തൂപികയുടെ വോളിയം അഥവാ വ്യാപ്തം. അതേ തത്വം ഇവിടെയും ബാധകമാണ്. ഇവിടെ നോക്കൂ, ഒരു സിലിണ്ടർ, ഒരു വൃത്തസ്തൂപികയുണ്ട്. ഈ രണ്ട് രൂപങ്ങളുടെയും പാദപരപ്പളവ്, ബേസ് ഏരിയ ഈക്വൽ ആണ്. ഇതിന് രണ്ടിന്റെയും ബേസ് ഏരിയ ഈക്വൽ ആണ്. അതോടൊപ്പം തന്നെ ഹൈറ്റും ഈക്വൽ ആണ്. പാദപരപ്പളവും ഉയരവും തുല്യമായ രണ്ട് രൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ആദ്യത്തെ ഇതിന്റെ വോളിയം 60 ഘനസെന്റിമീറ്റർ ആണ്, രണ്ടാമത്തെ 180 ആണ്. അതായത് ഈ വൃത്തസ്തൂപികയുടെ വ്യാപ്തത്തിന്റെ വോളിയത്തിന്റെ 3 മടങ്ങാണ് വൃത്തസ്തംഭത്തിന്റെ അഥവാ സിലിണ്ടറിന്റെ വ്യാപ്തം. ഇതൊരു പൊതുതത്വമാണ്, ഏത് രൂപങ്ങൾക്കും ബാധകമാണ്. ഒരേ പാദപരപ്പളവും ബേസ് ഏരിയയും ഹൈറ്റുമുള്ള സിലിണ്ടറിന്റെയും കോണിന്റെയും വോളിയം തമ്മിലുള്ള ബന്ധം എന്താണ്? സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ഭാഗമായിരിക്കും സ്തൂപികയുടെ അഥവാ കോണിന്റെ വോളിയം വ്യാപ്തം. ഇത് നമുക്ക് തത്വമായിട്ട് എഴുതി കഴിഞ്ഞാൽ വൃത്തസ്തൂപികയുടെ വ്യാപ്തം പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലത്തിന്റെ 1/3. നമുക്കറിയാം, സിലിണ്ടറിന്റെ വ്യാപ്തം പാദപരപ്പളവിനെ ഉയരം കൊണ്ട് കുറിച്ചതാണ്. അപ്പൊ അതിന്റെ 1/3 ഇത്. അതുകൊണ്ട് വൃത്തസ്തൂപികയുടെ വ്യാപ്തം പാദപരപ്പളവിന്റെ ഉയരത്തിന്റെയും ഗുണനഫലത്തിന്റെ 1/3. The volume of a cone is equal to a third of the product of the base area and height എന്ന് പറയാം. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ചിലപ്പോൾ സിലിണ്ടറിന്റെ വ്യാപ്തമായിരിക്കും തന്നിട്ടുണ്ടാകുക, കോണിന്റെ കാണാൻ അതിന്റെ 1/3. ഇതിന്റെ പാദത്തിന്റെ ആരം കിട്ടിക്കഴിഞ്ഞാൽ പാദപരപ്പളവ് കിട്ടും, ഉയരവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ വോളിയം കാണാം, അതിന്റെ 1/3 ആയിരിക്കും ഈ കോണിന്റെ വ്യാപ്തം. ഇതുപയോഗിച്ചുള്ള ഏതാനും ചോദ്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The base radius and height of a cylindrical block of wood are 15 centimeters and 14 centimeters. 40 centimeters. What is the volume of the largest cone that can be curved out of this? വൃത്തസ്തംഭാകൃതിയിലുള്ള ഒരു തടിക്കഷ്ണത്തിന്റെ പാദത്തിന്റെ ആരം 15 സെന്റിമീറ്ററും ഉയരം 40 സെന്റിമീറ്ററുമാണ്. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എത്രയാണ്? ഇവിടെ നോക്കൂ, ബേസ് റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് 40 സെന്റിമീറ്റർ ഉള്ള ഒരു സിലിണ്ടർ ആണ് ചിത്രത്തിൽ കാണുന്നത് അല്ലെ. സിലിണ്ടർ നമുക്കറിയാം അല്ലെ. സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് 40 ആണ്. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് കാണേണ്ടത്. വൃത്തസ്തൂപിക ഇങ്ങനെ സൈഡിൽ നിന്ന് ചെത്തി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഹൈറ്റ് ഒട്ടും കുറയാൻ പാടില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? പാദത്തിന്റെ പരപ്പളവും കുറയാൻ പാടില്ല. ഇങ്ങനെ സൈഡ് മെല്ലെ ചെത്തിക്കഴിഞ്ഞ് ഈ ഭാഗം ഒന്നും ഒട്ടും കുറയാതെ ചെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്ന രൂപം നോക്കിക്കോളൂ. ഇതുപോലെ രൂപമായിരിക്കും. ഉണ്ടോ? ഇങ്ങനെയല്ല, ഹൈറ്റ് ഇതേ ഹൈറ്റ് തന്നെയായിരിക്കും. ഈ പാദപരപ്പളവും ഒട്ടും വ്യത്യാസം വരുന്നില്ല. പാദം ഒട്ടും കുറയാതെ ചെത്തിയെടുക്കുന്നു. അപ്പൊ ഇതിന്റെ വ്യാപ്തമാണ് കാണേണ്ടത്. ഇതിന്റെ വ്യാപ്തം കാണാൻ നമുക്ക് എളുപ്പമാണ്. കാരണം എന്താണ്? ഇതിന്റെ ബേസ് റേഡിയസ് അല്ലെങ്കിൽ പാദത്തിന്റെ ആരം 15 സെന്റിമീറ്റർ തന്നെയായിരിക്കും, ഹൈറ്റ് വ്യത്യാസമില്ല, 40 തന്നെയായിരിക്കും. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പഠിച്ചു, വോളിയം ഓഫ് എ കോൺ ഈസ് ഈക്വൽ ടു എന്താണ്? 1/3 ഓഫ് ദി ബേസ് ഏരിയ ആൻഡ് ഹൈറ്റ് ആണ്. അതിന്റെ ബേസ് ഏരിയന്റെയും ഹൈറ്റിന്റെയും പ്രൊഡക്റ്റിന്റെ 1/3 ഭാഗമായിരിക്കും. അപ്പോൾ വോളിയം ഓഫ് ദ കോണത്തിലാണ് 1/3 ഇൻറ്റു ബേസ് ഏരിയ. ബേസ് സർക്കിൾ ആയതുകൊണ്ട് ഏരിയ എത്രയാണ്? 5 ഇൻറ്റു
15 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 40. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താലോ 1/3 ഇൻറ്റു പൈ 15 സ്ക്വയറിന് 15 ഇൻറ്റു 15 ഇൻറ്റു 40 എന്ന് എഴുതാം. ഈ 3 കൊണ്ട് 15നെ ഹരിച്ചാൽ 5 അല്ലേ. 5 ഇൻറ്റു 40 200, 200 ഇൻറ്റു 15 ഇങ്ങനെ എഴുതാം അല്ലേ. 5 ഈ 15ന് 40 600, 5 അപ്പോൾ 600 ഇൻറ്റു 5 എത്ര വരും 3000 പൈ അത്രയും ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും. വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് ചെത്തുമ്പോൾ ഇവിടെ ആരം കുറയുന്നില്ല, ബേസ് റേഡിയസ് കുറയുന്നില്ല, ഹൈറ്റും കുറയുന്നില്ല എന്ന് ഓർക്കുക. പരമാവധി ഏറ്റവും വലുപ്പമുള്ളത് ചെത്തിയെടുക്കുമ്പോൾ എന്താണ് ഹൈറ്റ് ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നെ ആയിരിക്കും, റേഡിയസിലും മാറ്റമില്ല എന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് വ്യാപ്തം കിട്ടും. സിലിണ്ടർ വ്യാപ്തത്തിന്റെ 1/3 ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ സിലിണ്ടർ ആർ 12 centimeters and 20 centimeters. By melting it and recasting, how many cones of base radius 4 centimeters and height 5 centimeters can be made? പാദത്തിന്റെ ആരം 12 സെന്റിമീറ്ററും ഉയരം 20 സെന്റിമീറ്ററുമായ കട്ടിയായ ഒരു വൃത്തസ്തംഭം ഉരുക്കി പാദത്തിന്റെ ആരം 4 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററുമായ എത്ര വൃത്തസ്തൂപികകൾ ഉണ്ടാക്കാം? നോക്കൂ, ഇവിടെ സ്ക്രീൻ നോക്കൂ. ഒരു വലിയൊരു സിലിണ്ടർ ഉണ്ട്. സിലിണ്ടർ മെറ്റൽ സിലിണ്ടറാണ്. ഈ മെറ്റൽ സിലിണ്ടർ നമ്മൾ ഉരുക്കിയിട്ട് ഇതുപോലുള്ള ചെറിയ സ്തൂപികകളാക്കി മാറ്റുന്നു, കോണുകളാക്കി മാറ്റുന്നു. പിന്നെ രണ്ടിൻ്റെയും റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതിന് മൊത്തം ഉരുക്കിയിട്ട് ഇതിൻ്റെ വോളിയത്തിന് തുല്യമായ വോളിയമുള്ള മെറ്റൽ കോണുകളാക്കി മാറ്റുകയാണെങ്കിൽ എത്ര സ്തൂപികകൾ കിട്ടുമെന്നാണ്. നമുക്കറിയാം ഇതിൻ്റെ വോളിയം 10 ഘന സെന്റിമീറ്റർ ആണ്. ഇതിൻ്റെ വോളിയം 1 ഘന സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം കിട്ടും? നമുക്കറിയാം 10 എണ്ണം കിട്ടും. കാരണം ഇതിൻ്റെ വോളിയത്തെ ഇതുകൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. ഇതിൻ്റെ വോളിയം 2 ആണെങ്കിലോ 5 എണ്ണം കിട്ടുള്ളൂ അല്ലേ. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം. സ്തൂപികകളുടെ എണ്ണം കാണുന്നതിന് സിലിണ്ടറിൻ്റെ വോളിയത്തെ ഈ കോണിൻ്റെ വോളിയം കൊണ്ട് ഹരിച്ചാൽ മതി. ഓരോന്നായിട്ട് കാണാം. നമുക്ക് സിലിണ്ടറിൻ്റെ വോളിയം കാണാം. അപ്പോൾ സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ട്. റേഡിയസ് 12 സെന്റിമീറ്റർ ആണ്. ഇതിൻ്റെ ബേസ് റേഡിയസ് 12 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് 40 അല്ലേ. ഹൈറ്റ് 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ 20 സെന്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഉയരം 20 സെന്റിമീറ്റർ ആണ്. പാദത്തിന്റെ ആരം 12 സെന്റിമീറ്റർ ആണ്. അപ്പോൾ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എത്രയായിരിക്കും? വോളിയം ഓഫ് ദ സിലിണ്ടർ ബേസ് ഒരു സർക്കിൾ ആയതുകൊണ്ട് ബേസിന്റെ ഏരിയ πr², പരപ്പളവ് πr², π ഇൻറ്റു 12 ഇൻറ്റു 12, ഹൈറ്റ് 20. അതേപോലെ എഴുതിയാൽ മതി, ഗുണിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമുക്ക് ഈ കോണിന്റെ വോളിയം കാണാം. കോണിന്റെ ബേസ് റേഡിയസ് 4 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ വോളിയം എത്രയായിരിക്കും? 1/3 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. 1/3 ഇൻറ്റു പൈ ഇൻറ്റു r എത്രയാണ്? 4 ആണ്. 4 ഇൻറ്റു 4 ഇൻറ്റു 5 എന്ന് കിട്ടും. ഇപ്പം നമ്പർ ഓഫ് കോൺസ്, നമുക്ക് കിട്ടാവുന്ന കോണുകളുടെ എണ്ണം അല്ലേ, വൃത്തസ്തൂപികളുടെ എണ്ണം എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സിലിണ്ടർ, സിലിണ്ടറിന്റെ വ്യാപ്തത്തെ ഈ വൃത്തസ്തൂപികയുടെ വ്യാപ്തം കൊണ്ട് ഹരിക്കുക. വോളിയം ഓഫ് എ കോൺ. സിലിണ്ടറിന്റെ വോളിയം നമുക്കറിയാം എത്രയാണ്? പൈ ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു 20 ആണ്. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ 1/3 പൈ ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 5 ആണ്. ഇവിടെ നോക്കൂ, മേലെ താഴെ പൈയും കൂടെ ഡിവൈഡ് ചെയ്താൽ 1 ആയി മാറും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആകും. അല്ലെങ്കിൽ ഈ 4 ഇൻറ്റു 5 20 ആണ്. അപ്പോൾ ഈ 20 ഇൻറ്റു 20 ക്യാൻസൽ ആവും. ഈ 4 ഇൻറ്റു 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഇവിടെ ഒരു 3 ഉണ്ടാകും, ഇവിടെ ഒരു 12 ഉണ്ടാകും. ഈ 1/3 3 ആയി മാറും. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 12 ആണ് വരിക. എത്ര വരും? ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ 108 വരും. ചെയ്ത് നോക്കുക, പൈയും ക്യാൻസൽ ആവും. ഈ 4 ഇൻറ്റു 5 20 ആണ്. ഈ 20 ഇൻറ്റു 20 ക്യാൻസൽ ആവും. ഇനി ഇവിടെ ഒരു 4 ഉണ്ട്. ഈ 4നെ 12 കൊണ്ട് ഇവിടെ 3 വരും. അപ്പോൾ 12 ഇൻറ്റു 3 36 വരും. 36 ഈ 1/3നെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ 3 വരും. 36 ഇൻറ്റു 3 108. ഇപ്പോൾ നമ്പർ ഓഫ് കോൺസ് എത്രയായിരിക്കും?
108 എന്ന് കിട്ടും. ഇതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കുക. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 216 degree is cut out from a circle of radius 25 centimeters and is rolled up into a cone. What are the base radius and height of the cone? What is its volume? 216 ഡിഗ്രി കേന്ദ്രകോണും 25 സെന്റിമീറ്റർ ആരവുമുള്ള ഒരു വൃത്താംശം വളച്ച് വൃത്തസ്തൂപികയാക്കിയാൽ അതിൻ്റെ ആരവും ഉയരവും എത്രയായിരിക്കും? വ്യാപ്തമോ? നോക്കൂ, നമുക്ക് ഒരു സെക്ടർ വളച്ച് ഒരു കോൺ ഉണ്ടാക്കണം. സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിളും റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ? സെക്ടറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. അതുപോലെ സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം സെക്ടർ വളച്ച് കോണാക്കി മാറ്റുമ്പോൾ അല്ലെ, വൃത്തസ്തൂപിയാക്കി മാറ്റുമ്പോൾ സെക്ടറിൻ്റെ റേഡിയസ് ആണ് വൃത്തസ്തൂപിയുടെ ചെരിവുയരം അല്ലെങ്കിൽ സ്ലാന്റ് ഹൈറ്റ്. L = R എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ലാന്റ് ഹൈറ്റ് എത്രയായിരിക്കും? 25 തന്നെയായിരിക്കും. ഇനി സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രിയാണ്. അത് തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. r/r = 360 x/360 ആണ്. r/r = x/360 ഇതാണ്. ഇതിൽ നമുക്ക് ക്യാപിറ്റൽ R അറിയാം, 25 ആണ്, x 216 ആണ്. അപ്പോൾ സ്മോൾ r കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ? സ്മോൾ r എത്രയാണ്? r/25 = 216 × 360. അപ്പോൾ r = 216 × 360 × 25. ഇതിന് ലഘൂകരിച്ചാൽ ഇതിൻ്റെ പാദ ആരം ബേസ് റേഡിയസ് 15 എന്ന് കിട്ടും. അപ്പോൾ ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ, ചെരിവുയരവും പാദത്തിൻ്റെ ആരവും കിട്ടിക്കഴിഞ്ഞാൽ വൃത്തസ്തൂപിയുടെ ഉയരം കാണാൻ പറ്റും. ഉയരം h² = h √L² - r² ആണ് അല്ലേ? L 25 ആണ്, 25² - 15² a² - b² ഉപയോഗിക്കുക. a² - b² = a + b × a - b ആണ്. 25ഉം 15ഉം കൂടെ കൂട്ടിയാൽ 25 × 30 = 40 ഇൻറ്റു a - b. 25 ൽ 15 കുറച്ചാലോ 10. 40 × 10 400. 400ന്റെ റൂട്ട് 20 എന്ന് കിട്ടും. അപ്പോൾ ഉയരം 20 കിട്ടി. അപ്പോൾ വ്യാപ്തം എത്രയാണ്? 1/3 ബേസ് സ്ക്വയർ × h ആണ്. ബേസ് പൈ ഇൻറ്റു പാദത്തിൻ്റെ ആരം 15 ആയതുകൊണ്ട് 15² ഇൻറ്റു ഉയരം 20. നോക്കുക, 1/3 × π × 15 × 15 × 20 ആണ്. 15നെ 3 കൊണ്ട് വെച്ചാൽ 5. 5 × 20 100 ആണ്. 100 × 15 1500. 1500 π എന്ന് വരും. ഇതാണ് ഇതിൻ്റെ വോളിയം. കോണിൻ്റെ അഥവാ വൃത്തസ്തൂപികയുടെ വ്യാപ്തം അഥവാ വോളിയം. The base radii of two cones are in the ratio 3:5 and their heights are in the ratio 2:3. What is the ratio of their volumes? രണ്ട് വൃത്തസ്തൂപികയുടെ ആരങ്ങളുടെ അംശബന്ധം 3:5 ആണ്. അവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3. അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എത്രയാണ്? നോക്കുക, രണ്ട് വൃത്തസ്തൂപികൾ, അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധവും ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. ഇപ്പോൾ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് കാണേണ്ടത്. ഇവിടെ രണ്ട് വൃത്തസ്തൂപികൾ ഉള്ളതുകൊണ്ട് ഒന്നാമത്തെ വൃത്തസ്തൂപികയുടെ ആരം റേഡിയസ് r1 എന്നും ഉയരം ഹൈറ്റ് h1 എന്നും വ്യാപ്തം വോളിയം v1 എന്നും എടുക്കുക. അതുപോലെ രണ്ടാമത്തേത് r1 r2 h2 v2 എന്നും എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വൃത്തസ്തൂപിയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. രണ്ട് വൃത്തസ്തൂപിയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. r1 = r2 = 3:5. അതിന് നമുക്ക് r1/r2 = 3/5 എന്ന് എഴുതാം. ഇതേപോലെ തന്നെ ഇവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം h1 h2 = 2:3 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് h1/h2 = 2/3 എന്ന് എഴുതാം. ഇനി വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശം എന്താണ്? v1 v2 ആണ് കാണേണ്ടത്. v1 v2 കാണുന്നതിന് പകരം v1/v2 കണ്ടാൽ മതി. v1/v2 എന്ന് എഴുതാം. v1 എന്ന് പറഞ്ഞാൽ 1/3 π r1² h1 ആണ്. v2 1/3 π r2² h2 ആണ്. ഇതിൽ കോമൺ ഫാക്ടർ 1/3 π മേലെ എന്താണെയും അത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്? r1² h1 / r2² h2 എന്ന് കിട്ടും അല്ലേ? ഇതിന് നമുക്ക് r1² / r2² × h1/h2 എന്ന് എഴുതാം. ഈ r1² / r2² എങ്ങനെ എഴുതാം? ഈ r1² / r2² നമുക്ക് r1/r2² × h1/h2.
R1/R2 ഹോൾ സ്ക്വയർ ഇൻറ്റു H1/H2. അതിൽ R1/R2 റേഡിയസ് തമ്മിലുള്ള അംശബന്ധം 3:5 ആയതുകൊണ്ട് ഇതിന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 3/5 എന്ന് എഴുതാം. R1/R2 പകരം 3/5 എന്ന് എഴുതാം. H1/H2 പകരം 2/3 എന്ന് എഴുതാം. 3ന്റെ സ്ക്വയർ ഇവിടെ 9 ആണ്, 5ന്റെ സ്ക്വയർ 25 ഇൻറ്റു 2/3. ഇവിടെ 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3, 9/3 3 കിട്ടും. 3 × 2 6, 6/25 കിട്ടും. ഇവിടെ V1/V2 6/25 ആയതുകൊണ്ട് V1:V2 = 6:25 കിട്ടും. അപ്പോൾ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം 6:25 കിട്ടും. അഞ്ചാമത്തെ ചോദ്യം നോക്കുക. Two cones have the same volume and their base radius are in the ratio 4:5. What is the ratio of their heights? തുല്യ വ്യാപ്തമുള്ള രണ്ട് വൃത്തസ്തൂപികളുടെ ആരങ്ങൾ 4:5 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉയരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കുക. നോക്കുക, രണ്ട് വൃത്തസ്തൂപികളുടെ വ്യാപ്തങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വൃത്തസ്തൂപിയുടെ V1 എന്നും രണ്ടാമത്തത് V2 എന്നും എടുത്താൽ അവയുടെ വ്യാപ്തങ്ങൾ തുല്യമായതുകൊണ്ട് V1 = V2 എന്ന് എഴുതാം. നോക്കൂ, വ്യാപ്തങ്ങൾ തുല്യമാണ്. ആരങ്ങൾ ഒന്നാമത്തേൻ്റെ R1 ഉയരം H1 എന്നും രണ്ടാമത്തേൻ്റെ ആരം R2 ഉയരം H2 എന്നും എടുത്താൽ വ്യാപ്തം നമുക്ക് എഴുതാം. ഒന്നാമത്തേൻ്റെ വ്യാപ്തം 1/3 R1² H1 ആണ്. രണ്ടാമത്തേൻ്റെ 1/3 π R2² H2 ആണ്. ഇതിൽ 1/3 π കോമൺ ഫാക്ടറാണ്. ഡിവൈഡ് ചെയ്താൽ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താണ്ടാവും? R1² H1 = R2² H2 എന്ന് എഴുതാം. R1² H1 = R2² H2 ആണ്. അതിൽ ആരം ഒരു വശത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ R1² ഉണ്ട്. ഈ R2² ഇവിടെ വരുമ്പോൾ R1² / R2² വരും. H2 ഈ H1 കൊണ്ട് വന്നാൽ H2/H1 വരും. അപ്പോൾ R1² / R2² = H2/H1 എന്ന് കിട്ടും. R1² / R2² R1/R2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു H2/H1. അതിൽ ആരങ്ങൾ തമ്മിലുള്ള അംശം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. R1/R2 4/5 ആണ്. അപ്പോൾ 4/5 ഹോൾ സ്ക്വയർ = H2/H1. 4ന്റെ സ്ക്വയർ 16 ആണ്. 5ന്റെ സ്ക്വയർ 25 ആണ്. അപ്പോൾ H2/H1 = 16/25 അല്ലെങ്കിൽ H2:H1 16:25. തിരിച്ച് H1:H2 ആണെങ്കിലോ 25:16 എന്ന് കിട്ടും. അപ്പോൾ ഉയരങ്ങൾ തമ്മിലുള്ള അംശം എത്രയായിരിക്കും? 25:16 എന്ന് കിട്ടും. ഇത്തരം ചോദ്യങ്ങളും പഠിച്ചു വെക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.